പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വീണ്ടും നിങ്ങളോടൊപ്പം ദൈവവചനമായിട്ടായിരിക്കാൻ സ്വർഗത്തിൽ ദൈവം ഇടയാക്കിയതിനായി ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവവചനത്തിൽ നമ്മൾ ഓരോ നാളും ദൈവവചനത്തെയാണ് നമ്മൾ പഠിക്കുന്നത്. ഓരോ വിഷയത്തെ ആസ്പദമാക്കി നമ്മൾ പഠിക്കുമ്പോൾ ഇന്ന് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം 5-ാം വാക്യമൊക്കെയാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ ആരംഭ വാക്യത്തെ ഞാൻ വായിക്കാം. പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായി നിക്കോദിമോസ് എന്ന ഇവരുടെ മനുഷ്യനുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ നിക്കോദിമോസ് എന്ന വ്യക്തിയെ പരിചയപ്പെടുത്തുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്: യഹൂദന്മാരുടെ പ്രമാണിയായി, പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായി, പരീശന്മാരുടെ കൂട്ടത്തിലുള്ള യഹൂദന്മാരുടെ ഒരു പ്രമാണിയായിരുന്ന ഒരു വ്യക്തി യേശുവിന്റെ അടുക്കൽ രാത്രി വന്ന് ചോദിച്ച ചോദ്യം ഇതാ: നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോടുകൂടി ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയില്ല. അപ്പൊ അവിടെ പരീശന്മാരുടെ കൂട്ടത്തിലുള്ള ആളാണ്, അതുപോലെ തന്നെ യഹൂദന്മാരുടെ പ്രമാണി. ഈ വ്യക്തിയുടെ അകത്ത്, നിക്കോദീമസിന്റെ അകത്തുള്ള ഒരു ചോദ്യം ഇതാ: ദൈവത്തിങ്കിൽ നിന്ന് നീ വന്നവനല്ലെങ്കിൽ നിനക്ക് ഒരിക്കലും ഈ ചെയ്യുന്ന അത്ഭുതങ്ങളെ ചെയ്യാൻ സാധ്യമല്ല. അത്ഭുതങ്ങളെ ചെയ്യാനായിട്ട് സാധ്യം. നീ ചെയ്യുന്ന അടയാളങ്ങൾ ചെയ്യണമെങ്കിൽ ദൈവം നിന്റെ കൂടെ ഇല്ലെങ്കിൽ ഇത് അസാധ്യം എന്നാണ് അദ്ദേഹം പറയുന്നത്. യേശുവിന്റെ മറുപടി അതിനോടല്ല പ്രതികരിക്കുന്നത്. യേശു പറഞ്ഞ ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയും. അവിടെ കർത്താവിന്റെ മറുപടി: ഞാൻ വന്നത് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് പിതാവിങ്കിൽ നിന്ന് ഞാൻ വന്നു എന്ന് നിങ്ങൾ പറയുന്ന കാര്യത്തെ വെളിപ്പെടുത്തി കാണിക്കാനോ കുറച്ച് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തിട്ട് പോകാനല്ല ഞാൻ വന്നത്. ഞാൻ വന്നത് സ്വർഗരാജ്യം സ്ഥാപിക്കാനായിട്ട്. അവിടെ അത്ഭുതങ്ങളുണ്ട്, അടയാളമുണ്ട്. എന്നാൽ അത്ഭുതങ്ങളും അടയാളങ്ങൾക്കും അതീതമായി ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷത്തില് 6-ാം അധ്യായം 33-ാം വാക്യത്തിൽ യേശു പറഞ്ഞൊരു കാര്യമുണ്ട്: മുമ്പേ ദൈവത്തിന്റെ രാജ്യവും അവന്റെ നീതിയും അന്വേഷിക്കാം, ഇതോടുകൂടി ഇതെല്ലാം ലഭിക്കും. അപ്പൊ അവിടെ യേശു വന്നത് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തിട്ട് പോകാനല്ല. യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തിട്ട് പോകാനല്ല. യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്, ഹല്ലേലൂയ, അവൻ ദൈവരാജ്യത്തെ സ്ഥാപിക്കാനായിട്ട്. നമുക്കറിയാം, ആദ്യമേ യോഹന്നാൻ പറഞ്ഞൊരു കാര്യം: സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. യേശുക്രിസ്തു സ്വർഗരാജ്യത്തെ കുറിച്ചാണ് പ്രസംഗിച്ചത്. യേശുക്രിസ്തു പ്രസംഗിച്ച് ആരംഭിച്ചത് സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ്. എന്നാൽ യേശു സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പും ശിഷ്യന്മാരോട് സംസാരിച്ച കാര്യങ്ങളെ കുറിച്ച് നമ്മൾ കാണുമ്പോൾ അവിടെ ഇങ്ങനെയാണ് കാണുന്നത്. അപ്പോസ്തല പ്രവൃത്തി 1:2: അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്ന അനേക ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു. അപ്പൊ അവിടെ യേശുക്രിസ്തു സ്ഥാപിച്ചത്, യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയിൽ മുഴുവൻ നമുക്ക് കാണാൻ സാധിക്കുന്നത് ദൈവരാജ്യത്തെ കുറിച്ച്. ഇവിടെ യേശു പറയുന്നത്, ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്നത് അടയാളങ്ങളും അത്ഭുതങ്ങളും കൊണ്ട് നീ കാണുന്നു. നിക്കോദീമോസായ യഹൂദ പ്രമാണിയായ പരീശനായ നീ കാണുന്നത് അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട്. പക്ഷേ ഞാൻ ഇവിടെ നിൽക്കുന്നത് സ്വർഗരാജ്യത്തിന്റെ പ്രതിനിധിയായിട്ടാണ്. ഇവിടെ യേശു പറയുന്നത്, ഒരുവൻ വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തെ കാണുവാൻ. ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണാനായിട്ട് ആർക്കും പറ്റും. വീണ്ടും ജനിച്ച ആളല്ല, പരീശനാണ്, യഹൂദ പ്രമാണിയാണ്, പക്ഷെ വീണ്ടും ജനിച്ചിട്ടില്ല. വീണ്ടും ജനിക്കാത്ത ആൾക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളും കാണാൻ സാധിക്കും. എന്നാൽ സ്വർഗരാജ്യം അവിടെ ഈ സ്വർഗരാജ്യത്തെ കുറിച്ചുള്ള യഥാർത്ഥമായ കാഴ്ചപ്പാട് കർത്താവോട് പറയുക. അപ്പൊ അവിടെ ദൈവരാജ്യത്തെ കാണുക എന്നുള്ളതിനെ കുറിച്ച് പറയുമ്പോൾ എന്താണ് ദൈവരാജ്യം എന്നത് റോമാലേഖനത്തിൽ നമ്മൾ കാണുന്നു. റോമാലേഖനം അതിന്റെ 14-ാം അധ്യായത്തില് നമുക്കത് അതിന്റെ 17-ാം വാക്യം: ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷം അത്രേ.
നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിന്റെ സന്തോഷം. ഇപ്പൊ ദൈവരാജ്യം എന്ന് പറയുന്നത് ഒരു സ്ഥലമല്ല. ദൈവരാജ്യം എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് ഏത് സ്ഥലത്തും അനുഭവിക്കാൻ കഴിയുന്ന ഒരു അനുഭവമാണ് ദൈവരാജ്യം. അപ്പൊ ഇവിടെ പറയുന്നത് അത്ഭുതങ്ങളും അടയാളങ്ങളും അല്ല നിങ്ങളെ സന്തോഷിപ്പിക്കേണ്ടത്. നിങ്ങളെ സന്തോഷിപ്പിക്കുന്നത് ദൈവരാജ്യത്തിന്റെ അനുഭവം. ഇവിടെ ദൈവം കൂടെയുണ്ട്, ദൈവത്തിൽ നിന്ന് വന്നവനാണ്, ഈ കാഴ്ചപ്പാടുകളൊക്കെ ശരിയാ. പക്ഷേ ദൈവനീതിയെ നിങ്ങൾ മനസ്സിലാക്കാത്തടത്തോളം, ദൈവത്തിന്റെ നീതിയെ നിങ്ങൾ തിരിച്ചറിയാത്തടത്തോളം നിങ്ങൾക്ക് ഒരിക്കലും ദൈവരാജ്യം കാണാൻ കഴിയും. അത്ഭുതങ്ങളും അടയാളങ്ങളും കാണും, പക്ഷെ ദൈവരാജ്യം കാണാൻ സാധിക്കണമെങ്കിൽ വീണ്ടും ജനിക്കണം, ദൈവത്തിന് നീതിയെ തിരിച്ചറിയണം. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണത്തിൽ യേശു വളരെ വ്യക്തമായി പറയുന്നത് എന്താണ് വ്യഭിചാരം, എന്താണ് കൊലപാതകം, എന്താണ് പ്രാർത്ഥന, ഉപവാസം എന്താണ്, കർത്താവിന് വേണ്ടി കൊടുക്കുന്നത് എങ്ങനെയാണ്. ഈ കാര്യങ്ങളെല്ലാം യേശു തന്റെ പ്രസംഗത്തിൽ വളരെ വ്യക്തമായി പറയും, തന്റെ ഉപദേശത്തിൽ. അപ്പൊ അവിടെ യേശുക്രിസ്തുവിന്റെ വരവിന്റെ ഉദ്ദേശം ദൈവരാജ്യത്തെ സ്ഥാപിക്കുക എന്ന, ദൈവരാജ്യം, എസ്റ്റാബ്ലിഷ് ദ കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യത്തെ സ്ഥാപിക്കുന്നത്. അപ്പൊ ദൈവരാജ്യം സ്ഥാപിക്കാനായിട്ട്, ദൈവരാജ്യത്തിന്റെ സ്ഥാപനത്തിനായിട്ട് വന്നവനായ യേശുക്രിസ്തു ഇവിടെ പറയുന്ന ഒരു കാര്യം, ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ പണിയുക. ദാവീദ് വന്ന് പണിതത് അബ്രഹാമിന്റെ മക്കളുടെ രാജ്യം, ജഡപ്രകാരമുള്ള അബ്രഹാമിന്റെ മക്കളുടെ രാജ്യമാണ്. എന്നാൽ യേശു വന്നത് ആത്മപ്രകാരമുള്ള ദൈവമക്കളുടെ രാജ്യം പണിയാനായിട്ട്, സ്വർഗരാജ്യം. അതുകൊണ്ടാണ് കൊലോസ്യ ലേഖനം 1:13 പറയുന്നത്, ഇരുട്ടിന്റെ അധികാരത്തിൽ നമ്മളെ വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചു. നമ്മളെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചു നിങ്ങളെ. ദാറ്റ് ഈസ് എ ഗ്രേറ്റ് ടെസ്റ്റിമണി. അതൊരു വലിയ സാക്ഷ്യം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ എന്തുമാകട്ടെ, ഏത് നിലവാരത്തിൽ കൂടെ നിങ്ങൾ കടന്നു പോകുന്നെങ്കിൽ ആ സാഹചര്യങ്ങളെ മുഴുവൻ മാറ്റിമറിക്കാനായിട്ട് ദൈവനീതിയെ കുറിച്ചുള്ള ബോധ്യത്തിന് സാധ്യമാണ്. നമ്മൾ പലപ്പോഴും ഈ ദൈവനീതി എന്നത് മനുഷ്യനീതിയുടെ ബാലൻസിൽ നിന്നുകൊണ്ടാണ് നമ്മൾ കാണുന്നത്. ഞാൻ നല്ലത് ചെയ്തുകൊണ്ട് ഞാൻ നല്ലത് അനുഭവിച്ചേ പറ്റൂ, ഞാൻ പ്രാർത്ഥിച്ചിട്ടും എന്താ അത്ഭുതം നടക്കുന്നത്, ഞാൻ ഉപവസിച്ചിട്ടും എന്താണ് അത്ഭുതം നടക്കാത്തത്. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന ആ ഒരു ദിശയിൽ നിന്നുകൊണ്ട് മാത്രം, ഞാൻ പ്രാർത്ഥിച്ചിട്ട് എന്താ അത്ഭുതം നടക്കാത്തത്, ഞാൻ ഉപവസിച്ചിട്ട് എന്താ അത്ഭുതം നടക്കാത്തത്. അതുകൊണ്ട് പലരും ഉപവസിച്ചിട്ട് അത്ഭുതം നടന്നില്ല, പ്രാർത്ഥിച്ചിട്ട് അത്ഭുതം നടന്നില്ല, അതുകൊണ്ട് കർത്താവിനെ വിട്ടേച്ചു. പക്ഷെ പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ ഉപവാസവും അല്ല നിങ്ങളുടെ വിടുതലിന് കാരണം. യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ മരണമാണ്, യേശുവിന്റെ ക്രൂശിലെ യാഗമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു വ്യക്തി യേശുവിന്റെ ക്രൂശിലെ യാഗത്തെയും പുനരുത്ഥാനത്തെയും വിശ്വസിക്കുന്ന ആ നിമിഷം മുതൽ അവന്റെ അവസ്ഥ മാറിയിരിക്കും, മാറണം. എപ്പോഴാണ്? യേശുവിന്റെ മരണത്തെയും പുനരുത്ഥാനത്തെയും വിശ്വസിക്കുമ്പോൾ, ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ അവസ്ഥ മാറും. നിങ്ങളുടെ സാഹചര്യം എന്തുവാണ്, ഏത് നിലവാരത്തിൽ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിലും, ഏത് അവസ്ഥയിൽ കൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിലും, നിങ്ങൾ അതൊന്നും സ്വാധീനിക്കാൻ അവസരം കൊടുക്കുക. അതൊന്നും നിങ്ങളെ പിടിച്ച് ഉലയ്ക്കാൻ അവസരം കൊടുക്കുക. ചുറ്റുപാടുകളിൽ സംഭവിക്കുന്ന ഒരു കാര്യവും നിങ്ങളെ ഉലയ്ക്കാൻ അനുവദിക്കരുത്. നിങ്ങളുടെ അകത്തൊരു ബോധ്യമുള്ള, ഞാൻ നിൽക്കുന്നത് കർത്താവിന്റെ നീതിയിലാണ്, എന്റെ നീതിയിലല്ല, കർത്താവിന്റെ നീതിയിലാണ്. മുമ്പേ അവന്റെ രാജ്യവും അവന്റെ നീതിയും അന്വേഷിക്കും. ഹല്ലേലൂയ. അവന്റെ നീതി പ്രവൃത്തിയാലുണ്ടായ നീതിയല്ല, അവന്റെ പ്രവൃത്തിയാലുണ്ടായ നീതി, എന്റെ പ്രവൃത്തിയാലുണ്ടായ നീതിയല്ല. എന്റെ യാഗത്താലും ത്യാഗത്താലും ഉണ്ടായതല്ല ഈ നീതി, അവന്റെ യാഗത്താലും ത്യാഗത്താലും ഉണ്ടായ നീതിയാണിത്. ആ നീതി ബോധം എന്നെ വാഴുമ്പോൾ അവിടെയാണ് ദൈവരാജ്യം സ്ഥാപിതമാകുന്നത്. അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട് ഇവിടെ ഒരു അത്ഭുതം നടന്നു, രോഗസൗഖ്യം നടന്നു, നല്ല കാര്യം. കാൽ ഒടിഞ്ഞിരുന്നത് പെട്ടെന്ന് അത്ഭുത സൗഖ്യമായി, നല്ല കാര്യം. വലിയ രോഗമായിരുന്നു, സൗഖ്യമായി, നല്ല കാര്യം. പക്ഷേ അതിനേക്കാളും എത്രയോ വലുതാണ് ദൈവരാജ്യം. അതായത് യേശുവിന്റെ അടുക്കൽ ഓടി വന്നിട്ട്, യേശുവിനാൽ അയക്കപ്പെട്ട 70 പേർ വന്നിട്ട് പറഞ്ഞു, കർത്താവേ, നിന്റെ നാമത്തിൽ ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങും. കർത്താവിന്റെ മറുപടി, അല്ല, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നല്ല, നിങ്ങളുടെ പേര് ദൈവരാജ്യത്തിൽ, സ്വർഗരാജ്യത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നുണ്ട്, ദൈവപുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നുണ്ട്, സന്തോഷിപ്പിക്കും. അപ്പൊ അവിടെ പറയുന്നത് നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുക, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന, അതാണ്
നിങ്ങളുടെ സന്തോഷത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ നമ്മൾ ചിന്തിച്ചേക്കാം, അത്ഭുതങ്ങളും അടയാളങ്ങളൊന്നും വലിയ കാര്യമല്ലേ, അത് ദൈവവചനത്തിലുള്ള കാര്യമല്ലേ, അതുകൊണ്ട് വലിയ പ്രത്യേകതകളൊന്നുമില്ലേ എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. പക്ഷേ സ്വർഗത്തിൽ നിങ്ങളുടെ പേരെഴുതിയിരിക്കുന്നു എന്ന് പറയുമ്പോ എബ്രായ ലേഖനം 12:23 ഇങ്ങനെ പറയുന്നത്, സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ. അപ്പൊ പേരെഴുതിയത് അറിയാം, നിങ്ങൾ ആദ്യജാതന്മാരാണ്. നിങ്ങൾ സന്തോഷിക്കേണ്ട കാര്യം എന്താ പറയുക? ക്രിസ്തുവിലെ വിശ്വാസത്താൽ നിങ്ങൾ ദൈവ മക്കളാണ്. ക്രിസ്തുവേശുവിലെ വിശ്വാസത്താൽ നിങ്ങൾ ദൈവത്തിന്റെ ജാതന്മാരാണ്, ദൈവത്തിൽ നിന്നും ജനിച്ചവരാണ്. ദാറ്റ് ഈസ് ദ റീസൺ ഓഫ് യുവർ ജോയ്. അതാണ് നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷത്തിന്റെ അടിസ്ഥാനം. ദാറ്റ് ഈസ് ദ റീസൺ ഓഫ് യുവർ ജോയ്. അപ്പൊ ഇത് തിരിച്ചറിയണം. ഈ തിരിച്ചറിവ് നിങ്ങളെ ഉണ്ടാകും. ഈ തിരിച്ചറിവ് നിങ്ങളെ ഉണ്ടാകുമ്പോഴാണ് നിങ്ങളുടെ അവസ്ഥ. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ വചനത്തിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാനും അറിയാനും സാധിക്കുന്ന ഒരു കാര്യം, വീണ്ടും ജനിക്കുക. വീണ്ടും ജനിക്കുക, അതായത് ഞാൻ ദൈവത്തിന്റെ മകനാണെന്ന് തിരിച്ചറിയുക. നിങ്ങളുടെ ജീവിതത്തെ നിങ്ങളെ അലട്ടുന്ന വിഷയങ്ങൾ എന്താ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങളൊരു ഉന്നതനായ അധികാരിയുടെ മകനാണെന്നിരിക്കട്ടെ, അദ്ദേഹത്തിന്റെ അധികാര പരിധിയിൽ വരുന്ന ഒരു ഇഷ്യൂ നിങ്ങളുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ കാര്യമായിട്ട് എടുക്കത്തില്ല. കാരണം എന്റെ ഡാഡിയാണ് ആ കാര്യം കൈകാര്യം ചെയ്യുന്നത്, കുഴപ്പമില്ല. എന്റെ ഡാഡി അത് എനിക്ക് ഫേവറബിൾ ആയിട്ട് കാര്യം ചെയ്തില്ല. അത് അപ്പനും മകനും നമ്മളെ ബന്ധത്തിൽ അതിനെ ഒരു മനഭാരവുമില്ലാതെ ആ സിറ്റുവേഷൻ നമ്മൾ കടക്കും. കാരണം എന്താ പറയുക, നമുക്കറിയാം ഇതെന്റെ ഡാഡിയുടെ കൺട്രോൾ, എന്റെ പപ്പയുടെ കൺട്രോളിന്റെ കീഴിലുള്ളതാ, ഒരു ദോഷവും വരത്തില്ല. ഇപ്പൊ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ നമ്മളോട് തന്നെ എഴുതി പറഞ്ഞ് നമ്മുടെ മനസ്സിൽ പഠിപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് ഭൗതികമായിട്ട് ഞാൻ ചിന്തിച്ചാൽ ഇതെന്റെ എനിക്ക് കൈകാര്യം ചെയ്യാവുന്ന വിഷയം, അതിനപ്പുറം നമ്മൾ ചിലപ്പോൾ പറയാറില്ലേ, എനിക്കിത് താങ്ങാവുന്നതിൽ അധികം. അതേ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജഡപ്രകാരം നിങ്ങൾ ചിന്തിച്ചാൽ ഇത് താങ്ങാവുന്നതിനപ്പുറമാണ്. പക്ഷേ നിങ്ങൾ വീണ്ടും ജനിച്ചാൽ, നിങ്ങൾ ക്രിസ്തുവിനാണെന്ന് മനസ്സിലാക്കിയാൽ, നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണെന്ന് മനസ്സിലാക്കിയാൽ, നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കി, ഇതെന്റെ പപ്പയുടെ കൺട്രോളിന്റെ കീഴിലുള്ളതാ. സോ ഒരു ദോഷവും എനിക്ക് വരത്തില്ല. ഹി ഈസ് ഇൻ കൺട്രോൾ. ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. നിങ്ങൾ ചെയ്തു പോയ കാര്യം, യെസ് പറഞ്ഞ കാര്യം, ഇപ്പൊ നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടോ? ഭാരപ്പെടണ്ട. ആ ഭാരപ്പെടുന്ന വിഷയം ഉണ്ടല്ലോ, അത് ഒന്നും അറിയാത്ത പോലെ കടന്നു. നിങ്ങൾ അത്ഭുതപ്പെടും ആ വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യപ്പെട്ടു. ഞാൻ വിചാരിച്ചില്ല അങ്ങനെ ഈസി ആയിട്ടത് കൈകാര്യം ചെയ്യപ്പെടുമെന്ന്. പക്ഷേ ഈസി ആയിട്ടത് കൈകാര്യം ചെയ്യപ്പെട്ടുള്ളൂ എന്ന് നിങ്ങൾ കർത്താവിന് മഹത്വം കൊടുക്കത്തക്കൊണ്ട് ആ വിഷയത്തെ കർത്താവ് ആക്കി തീർക്കാൻ കർത്താവിന് സാധ്യമാണ്. ഈസ് ഏബിൾ. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിനകത്ത് നിങ്ങൾ കുഴയുന്ന ഭാരപ്പെടുത്തുന്ന വിഷയങ്ങൾ നിങ്ങളുടെ അകത്തുനിന്ന് എടുത്ത് കളയും. ധൈര്യത്തോടെ വിശ്വസിച്ച്, എന്റെ ദൈവം എനിക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നുണ്ട്, ഒന്നിനും എനിക്കെതിരെ നിൽക്കുവാൻ സാധ്യമല്ല. ഒന്നിനും, ഒരു വിഷയത്തിനും, ഒരു വ്യക്തിക്കും, ഒരു ശക്തിക്കും സാധ്യമല്ല. I am holy, I am righteous, I am sanctified, I am forgiven, I am perfect in Christ. Praise God. അവിടെ കർത്താവിന്റെ മറുപടി, ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുന്നത് കൊണ്ട് ഞാൻ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു. ഞാൻ ഉപദേശിക്കുന്ന കാര്യങ്ങളെല്ലാം കേട്ടപ്പോൾ നീ മനസ്സിലാക്കുന്ന ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു. എന്നാൽ വീണ്ടും ജനിച്ചാൽ, വീണ്ടും ജനിച്ചവന് ദൈവരാജ്യത്തെ കാണാം. അത് ഇതിനെല്ലാം അപ്പുറമാണ്. ഈ കാണുന്ന അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും അപ്പുറം. അത് ഈ ശാരീരിക സൗഖ്യത്തിൽ ഒതുങ്ങുന്നതല്ല, ഈ കേൾക്കുന്ന ഉപദേശങ്ങളിൽ ഒതുങ്ങുന്നതുമല്ല. അതിനപ്പുറമായി പുത്രത്വത്തെ എൻജോയ് ചെയ്യുന്ന, ദൈവത്തിന്റെ മക്കളാണെന്നുള്ള ഭാഗ്യ പദവി ആസ്വദിക്കുന്ന സീസണിലേക്ക് അത് കൊണ്ടുവരും. അത് ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന, നമുക്ക് തന്നിരിക്കുന്ന ഒരു അവകാശം, നമുക്ക് തന്നിരിക്കുന്ന ഒരു അധികാരമാണ്, നമുക്ക് തന്നിരിക്കുന്ന ഒരു പദവിയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് ഇവിടെ കർത്താവ് നിക്കോദീമോസിനോട് പറഞ്ഞ കാര്യമാണ്, വീണ്ടും ജനിച്ചില്ല. ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും അല്ല വിഷയം. വീണ്ടും ജനിക്കപ്പെടുക, വീണ്ടും ജനിച്ച് ദൈവ മക്കളാണെന്ന് തിരിച്ചറിയുക, അതാണ് ഏറ്റവും വലിയ അത്ഭുതം. ഈ നടക്കുന്ന ശാരീരിക അത്ഭുതങ്ങളോ അടയാളങ്ങളോ അല്ല, ഇതിനെല്ലാം അപ്പുറമാണ്. കാരണം ഒരു വ്യക്തി ക്രിസ്തുവിൽ ആരാണെന്ന് തിരിച്ചറിയാം. വീണ്ടും ജനിക്കുമ്പോൾ അവൻ ഈ സൗഖ്യം മാത്രമല്ല, സകല ഭൗതിക സ്വർഗീയ നന്മകളുടെയും അവകാശിയായിട്ട് അവൻ മാറുക.
സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും അനുഗ്രഹിച്ചിരിക്കുന്നവരെന്ന് വചനം പറയുമ്പോൾ പിന്നത്തതിൽ പറയുന്നത് ജീവന് ഭക്തിക്ക് വേണ്ടിയുള്ളതൊക്കെ നമുക്ക് ദാനം ചെയ്തു കഴിഞ്ഞു. അപ്പൊ ഇവിടെ ആ ഒരു അറിവ്, ആ ഒരു തിരിച്ചറിവാണ് ഇതിന്റെ അടിസ്ഥാനം. ആ ഒരു തിരിച്ചറിവിനകത്ത് വേണം നിൽക്കാനായിട്ട്. ആ ഒരു തിരിച്ചറിവിന് ഉള്ളിൽ നിന്നുകൊണ്ട് വേണം കാര്യങ്ങളെ മനസ്സിലാക്കാൻ, കാര്യങ്ങളെ തിരിച്ചറിയാം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏതൊക്കെ സാഹചര്യങ്ങളിൽ കൂടെ നിങ്ങൾ കടന്നു പോകുന്നെങ്കിലും നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ എവിടെ നിന്ന് വന്നതോ എവിടേക്ക് പോകുന്നോ ഇതൊന്നുമല്ല പ്രധാനം. ആമേൻ. ഇപ്പോൾ ഞാൻ ആരാണ്? ഐ ആം ഇൻ ക്രൈസ്റ്റ്, ക്രൈസ്റ്റ് ഈസ് ഇൻ മീ. ഞാൻ ക്രിസ്തുവിലാണ്, ക്രിസ്തു എൻ്റെ അകത്തിരിക്കുക. അവന്റെ നിയന്ത്രണത്തിന്റെ പരിധിക്ക് അപ്പുറമല്ല ഇപ്പോൾ എന്റെ മനസ്സിനെ ആലിട്ടുന്ന വിഷയം. ഒന്നിനെ കുറിച്ച് ഞാൻ ഭാരപ്പെടേണ്ട കാര്യമില്ല. എൻ്റെ ദൈവം സർവവും എനിക്ക് അനുകൂലമാക്കി തരും. ഒരു തിന്മയും ഒരു ദോഷവും വരാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല എന്ന ആഴമേറിയ ബോധ്യം അതെന്റെ ഹൃദയത്തെ വാഴുക. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കടന്നു പോകുന്ന അവസ്ഥകളും ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ കണ്ടിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ ചോദ്യം ചെയ്തു. ഞാൻ പ്രാർത്ഥിച്ചിട്ട് എൻ്റെ അത്ഭുതം നടക്കാത്തത്, ഞാൻ ഉപവസിച്ചിട്ട് എൻ്റെ അത്ഭുതം നടക്കാത്തത്. പ്രിയപ്പെട്ടവർ, ഞാൻ പറയാം, നിങ്ങളുടെ പ്രാർത്ഥനയിൽ ആശ്രയിക്കുന്നുണ്ട്, നിങ്ങളുടെ ഉപവാസത്തിൽ നിങ്ങൾ ആശ്രയിക്കുന്നുണ്ട്. നിങ്ങൾ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചതുകൊണ്ട് രോഗസൗഖ്യം എന്റെ അവകാശമാണെന്ന് വിശ്വസിക്കാമോ? യേശുവിനടുക്കൽ വന്ന് പലരും പല രീതിയിൽ പ്രാർത്ഥിച്ചു, നമസ്കരിച്ചു, താണു വീണു, കുമ്പിട്ടു, കരഞ്ഞു എന്നൊക്കെ കാണുന്നു. പക്ഷെ കർത്താവിന്റെ അത്ഭുതമെല്ലാം വിശ്വാസത്തെ ബേസ് ചെയ്തായിരുന്നു. നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ പറയുന്നത് നിക്കോദീമോസിനോട് കർത്താവ് പറയുന്ന മറുപടി, വീണ്ടും ജനിച്ച ദൈവരാജ്യത്തെ കാണാം. യു ക്യാൻ എൻജോയ്, യു ക്യാൻ സീ ദ കിങ്ഡം ഓഫ് ഗോഡ്. എന്നിട്ട് 5-ാം വാക്യത്തിൽ പറയുന്ന, ആത്മാവിനാലും വെള്ളത്താലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയത്തില്ല. അതായത് 2 കാര്യം ആത്മാവിനാലും വെള്ളത്താലും ജനിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒന്ന്, സ്പിരിറ്റിൽ ആത്മാവിൽ ഉണ്ടാകേണ്ട മാറ്റം, അതായത് നമ്മുടെ സോളിൽ, നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ട രൂപാന്തരം, മനസ്സിൽ ഉണ്ടാകേണ്ട മാറ്റം. വെള്ളത്താൽ സ്നാനപ്പെടുമ്പോൾ, വെള്ളത്താൽ ഒരു വ്യക്തി സ്നാനപ്പെടുമ്പോൾ ആ വ്യക്തിയുടെ മനസ്സിനകത്ത് രൂപാന്തരം ഉണ്ടാകും. അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത്, സ്നാനം അതുകൊണ്ട് മനസ്സാക്ഷിയെ പുതുക്കാനായിട്ട്. ഇത് ജഡത്തെ കഴുകിക്കളയുന്നതായിട്ടല്ല. അതുകൊണ്ട് അവിടെ മനസ്സിലുണ്ടാകേണ്ട മാറ്റം, അങ്ങനെ മനസ്സിൽ മാറ്റം ഉണ്ടാകുമ്പോൾ ദൈവരാജ്യത്തെ നമുക്ക് അത് ആ വാക്യം നമ്മളെ 1 പത്രോസ് ലേഖനം 3-ാം 21-ാം വാക്യം. അതുകൊണ്ട് അത് സ്നാനത്തിനൊരു മുൻകൂടി. സ്നാനമോ ഇപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല, ദൈവത്തോടുള്ള നല്ല മനസ്സാക്ഷിക്കായുള്ള അപേക്ഷയായിട്ട് അത്രേ. അപ്പോ എന്താണ് അത് ആ വാക്യം തീർന്നിട്ടില്ല. യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ നമ്മയും രക്ഷിക്കുന്നു. അപ്പൊ ഞാൻ സ്നാനപ്പെട്ടതുകൊണ്ടല്ല, യേശുവിന്റെ പുനരുത്ഥാനത്താൽ ഞാൻ രക്ഷിക്കപ്പെട്ടു. ആ തിരിച്ചറിവാണ് സ്നാനത്തിലുണ്ടാകുന്നത്. അങ്ങനെ മനസ്സിലൊരു ബോധ്യം ഉണ്ടാവുക, ഞാൻ ക്രിസ്തുവിൽ നീതീകരിക്കപ്പെട്ടു, ഞാൻ ക്രിസ്തു യേശുവിൽ അനുഗ്രഹിക്കപ്പെട്ടു, ഞാൻ ക്രിസ്തു യേശുവിന്റെ ഒരു അനുഗ്രഹമാണ്, ക്രിസ്തു യേശു ഞാൻ മാനിക്കപ്പെട്ടിരിക്കുന്നു. അതെന്റെ മനസ്സാക്ഷിയിൽ ഉണ്ടാകുന്ന ബോധ്യം, ഐ ആം റൈച്ചസ്, ഐ ആം സാങ്ക്ടിഫൈഡ് ഇൻ ക്രൈസ്റ്റ്. ഈ ബോധ്യം എൻ്റെ മനസ്സിൽ, യെസ്, ആ മനസ്സാക്ഷിയിൽ ഉണ്ടാകുന്ന ചേഞ്ച് ഇല്ലേ, മനസ്സാക്ഷിയിൽ ഉണ്ടാകുന്ന ട്രാൻസ്ഫോർമേഷൻ, ആ മനസ്സാക്ഷിയിൽ ഉണ്ടാകുന്ന ട്രാൻസ്ഫോർമേഷനാണ്, ആ മനസ്സാക്ഷിയിൽ ഉണ്ടാകുന്ന രൂപാന്തരമാണ് വെള്ളത്താലുള്ള ജനനം എന്ന് പറയുന്നത്. വെള്ളത്താലും ആത്മാവിലും ജനിക്കുക. അപ്പൊ എന്ന് പറഞ്ഞാൽ ഒരാളുടെ മനസ്സ് എന്ന് പറയുന്നത് ആത്മാവിലേക്കുള്ള തുറന്ന വാതിലാണ്. അപ്പൊ മനസ്സിനകത്തുണ്ടാകുന്ന രൂപാന്തരം ആത്മമേഖലകളില് നമുക്കൊരു ബോധ്യം കൊണ്ടുവരും. ഐ ആം റൈച്ചസ് ഇൻ ക്രൈസ്റ്റ്, ഞാൻ ക്രിസ്തുവിൽ നീതീകരിക്കപ്പെട്ടു. എൻ്റെ ആത്മാവിൽ എനിക്കൊരു ബോധ്യം ഉണ്ടാകും, ഹല്ലേലൂയ, ഞാൻ കർത്താവിന് പ്രിയപ്പെട്ടവൻ, ഞാൻ ദൈവ പൈതലാണ്. കാരണം
ദൈവത്തിന്റെ ആത്മാവ് എന്നിൽ വസിക്കുന്നു, ദൈവത്തിന്റെ ആത്മാവ് എന്നിൽ വസിക്കുന്നു, ദൈവത്തിന്റെ ആത്മാവ് എന്നിൽ വസിക്കുന്നു. ഒരു വ്യക്തിയുടെ അകത്ത് ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് ഈസ് ഡ്വെല്ലിംഗ് ഇൻ മീ, ദൈവത്തിന്റെ ആത്മാവ് എന്റെ അകത്ത് വസിക്കുന്നു എന്ന് ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന സുബോധം, ആ വ്യക്തിക്ക് ഉണ്ടാകുന്ന അറിവ്, അതാണ് ആത്മാവിലെ ജനനം എന്ന് പറയുന്നത്. അതായത് ശരീരത്തിലുണ്ടായ ജനനം ശരീരപ്രകാരമുണ്ടായ മാറ്റം, രൂപാന്തരം. പക്ഷെ ആത്മാവിന്റെ ജനനം നമ്മുടെ മനസ്സിലുണ്ടാകുന്ന മാറ്റം, മനസ്സിലുണ്ടാകുന്ന മാറ്റം, മനസ്സാക്ഷിയിലുണ്ടാകുന്ന ശുദ്ധീകരണം. അപ്പോ മനസ്സാക്ഷിയിലുണ്ടാകുന്ന ശുദ്ധീകരണങ്ങൾ നമുക്കുണ്ടാകുന്ന പ്രധാനപ്പെട്ട ബെനിഫിറ്റ് എന്താ? ഞാൻ ദൈവത്തിന്റെ മകനാണെന്നുള്ള ബോധ്യം. ഞാൻ വീണ്ടും ജനിച്ചവനാണ്, കർത്താവിന്റെ നീതിയിലാണ് ഞാൻ നിൽക്കുന്നത്. എന്റെ പ്രവൃത്തിയുടെ അടിസ്ഥാനമല്ല, എന്റെ ഓട്ടത്തിന്റെ, എന്റെ കഴിവിന്റെ, എന്റെ വിശുദ്ധിയുടെ, എന്റെ നീതിയുടെ അടിസ്ഥാനത്തിലല്ല. അതിനതീതമായതൊന്നും, അത്ഭുതങ്ങളും അടയാളങ്ങളും അല്ലെങ്കിൽ വീര്യപ്രവൃത്തികളും അല്ല. ആമേൻ. അതിലൊതുങ്ങുന്നതല്ല. ഞാൻ പുത്രനാകൊണ്ട് ഇതിലധികമായത് ചിലത്, ഇതിലധികമായത് ചിലത്. ആമേൻ. ഹല്ലേലൂയ. ഞാൻ പ്രാപിക്കും, എന്നിലൂടെ സംഭവിക്കും. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ആമേൻ. എപ്പോഴാണോ ക്രിസ്തു എന്നിൽ വസിക്കുന്നു എന്ന് ബോധ്യം ഒരു വ്യക്തിയുടെ അകത്ത് വരുന്നത്, ആ ബോധ്യം ആ വ്യക്തിയുടെ അവസ്ഥകളെ മാറ്റിയിരിക്കും. കംപ്ലീറ്റ് ആയിട്ട്, പെർഫെക്റ്റ് ആയിട്ട് മാറ്റിയിരിക്കും, നിശ്ചയമായിട്ട് മാറ്റിയിരിക്കും, ഒരു സംശയമില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ കാണുന്ന ഓരോ കാഴ്ചപ്പാടും നമ്മുടെ അകത്ത്, നമ്മുടെ മനസ്സാക്ഷിയിൽ മാറ്റം ഉണ്ടാക്കണം. അടിമത്വത്തിന് ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ വീട്ടിൽ ചെറുപ്പം മുതൽ, ചിലപ്പോ ചില വീടുകളിൽ ഭാര്യയും ഭർത്താവ്, അമ്മയും അപ്പനും തമ്മിൽ വഴക്കുണ്ടാക്കുന്നത് കണ്ട് വളർന്നു വന്ന കുഞ്ഞുങ്ങളകത്ത് ഭയം അവരെ വാഴും. മദ്യപാനത്തിനും ഇല്ല മറ്റു പല പ്രശ്നങ്ങൾക്ക് അടിമകളായി കുടുംബജീവിതം തകർന്ന് അങ്ങനത്തെ വീടുകളിൽ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളുടെ ജീവിതത്തിനകത്ത് വല്ലാത്ത ഭയം അവരെ വാഴും. ഡിസോർഡറായിട്ട്, ഫാമിലി ലൈഫ് ഡിസോർഡറായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ കടന്നു വരും. ഇല്ലെങ്കിൽ ബാല്യകാലങ്ങളിൽ വേദനപ്പെടുത്തുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള വ്യക്തികളുടെ വളർന്നു വരുമ്പോൾ അവർ ഭയത്താൽ നിയന്ത്രിക്കപ്പെടും. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം, നിങ്ങളുടെ മനസ്സിനെ രൂപാന്തരപ്പെടുത്തണം. അതിന് ഈ ലോകത്തിൽ നൽകപ്പെട്ട ഏറ്റവും ബെസ്റ്റ് മാർഗമാണ് ദൈവവചനം, ദൈവത്തിന്റെ വചനം. നിങ്ങൾ ദൈവത്തിന്റെ വചനം വീണ്ടും വീണ്ടും വായിക്കുന്നു, ദൈവവചനം വീണ്ടും വീണ്ടും നിങ്ങളുടെ ഉള്ളിൽ എഴുതുന്നു, നിങ്ങളുടെ വചനം നിങ്ങളുടെ ഉള്ളിൽ വീണ്ടും വീണ്ടും ഉറപ്പിക്കുന്നു, നിങ്ങളുടെ അവസ്ഥ മാറി നിങ്ങളൊരു അനുഗ്രഹിക്കപ്പെട്ട പാത്രമായി തീർന്നിരിക്കും. ഒരു സംശയമില്ല കാര്യത്തിൽ. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ജീവിത പശ്ചാത്തലത്തിൽ നിങ്ങൾ കടന്നു പോകുന്നു, നിങ്ങൾ ഗോത്രൂ ചെയ്യുന്ന സിറ്റുവേഷൻ എന്തുമാകട്ടെ, അവിടെ ഒരു അത്ഭുതം, ഒരു വിടുതൽ, രോഗസൗഖ്യം, സാമ്പത്തികമായ ബ്രേക്ക് ത്രൂ, നിശ്ചയമായിട്ടും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. രോഗസൗഖ്യം അനുഭവിച്ചിട്ടുണ്ട്, സാമ്പത്തികമായ വിടുതൽ അനുഭവിച്ചിട്ടുണ്ട്, അത്ഭുതങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്, ഇന്ന് ഞാൻ കണ്ടുകൊണ്ട് ജീവിക്കുന്നതാണ്. പക്ഷേ ഞാൻ നിങ്ങളുടെ കാര്യം പറയാം, നിങ്ങളുടെ പ്രയാസങ്ങളുടെ നടുവിൽ ഒരുപക്ഷെ ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് വേണ്ട പോലെ ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. നിങ്ങളുടെ രോഗസൗഖ്യത്തിന് അതീതമാണ്, നിങ്ങളുടെ സാമ്പത്തിക വിടുതലിന് അതീതമാണ് നിങ്ങളുടെ ആത്മാവിൽ വീണ്ടും ചലനം. അതായത് നിങ്ങൾ തിരിച്ചറിയണം, ഐ എം എ ചൈൽഡ് ഓഫ് ഗോഡ്. സോ സൗഖ്യം എന്റെ അവകാശം. രോഗസൗഖ്യം ഞാൻ യാചിച്ചു വാങ്ങിക്കേണ്ട ഒന്നല്ല. ഐ എം ഹീൽഡ്. എന്റെ സാമ്പത്തികമായ ബ്രേക്ക് ത്രൂ ഞാൻ കരഞ്ഞ് നിലവിളിച്ച് നേടിയെടുക്കേണ്ടതൊന്നല്ല. യേശു ക്രിസ്തുവിൽ ആമേൻ ഞാൻ സമൃദ്ധിയിലേക്ക്, എന്റെ സാമ്പത്തിക മേലെ എന്റെ ബുദ്ധിമുട്ടൊക്കെ തന്റെ ധനത്തിനൊത്തോളം ക്രിസ്തു യേശുവിൽ മഹത്വത്തോടെ പൂർണ്ണമായി തീർത്തു തരുമെന്നുള്ള വചനമുണ്ടെങ്കിൽ ഞാനത് വിശ്വസിക്കുന്നു, അത് സംഭവിച്ചിരിക്കും. അവന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം, ഐ ബിലീവ് ഇൻ ഇറ്റ്. ഞാനത് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ആ ദിശ മാറി നിൽക്കണം. യേശു ക്രിസ്തുവിൽ നമ്മുടെ ഫെയ്ത്ത്. അപ്പൊ ആത്മാവിൽ വീണ്ടും ജനിച്ചാൽ നിങ്ങൾക്ക് ദൈവരാജ്യത്തെ കാണാം. ആത്മാവിനാൽ വെള്ളത്താലും വീണ്ടും ജനിച്ചാൽ നിങ്ങൾക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാം. നിങ്ങളുടെ നീതിക്കകത്ത് പ്രവേശിക്കാം. ദൈവിക നീതിയിൽ, ദൈവിക സന്തോഷത്തിൽ, ആത്മാവിലെ സന്തോഷത്തിൽ നിങ്ങൾക്ക് യു ക്യാൻ എൻജോയ് ഇറ്റ്. വീണ്ടും ജനിക്കാത്തടത്തോളം നിങ്ങൾ മറ്റുള്ളവരുടെ അത്ഭുതം ഇങ്ങനെ കണ്ട് ജീവിക്കും. പക്ഷെ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എന്റെ നാമത്തിൽ, എന്റെ പൊസിഷനിൽ അവർ നിന്നുകൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കും, രോഗികളെ സൗഖ്യമാക്കും, അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യും. യെസ്, ദാറ്റ് ഈസ് യുവർ കോളിംഗ്. ദാറ്റ് ഈസ് യുവർ കോളിംഗ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, ഇവിടെ നിക്കോദീമസ് ചോദിച്ച ചോദ്യത്തിന് മറുപടി കർത്താവ് വളരെ മനോഹരമായിട്ട് പറയുക. നിക്കോദീമസേ, ഇതൊക്കെ കണ്ട് ഇങ്ങനെ തന്നെ ജീവിക്കാനാണെങ്കിൽ ഇങ്ങനെ പോയാൽ മതി. പക്ഷേ ഞാൻ പിതാവികളിൽ നിന്ന് വന്ന പോലെ നീയും പിതാവികളിൽ നിന്ന് വന്നവനെ നീ തിരിച്ചറിഞ്ഞാൽ, ഞാൻ പുത്രനാണെന്ന് ഞാൻ തിരിച്ചറിയുന്ന പോലെ നീ പുത്രനാണെന്ന് തിരിച്ചറിഞ്ഞാൽ,
സ്വർഗീയനായ ദൈവം ഞാൻ എന്റെ പിതാവാണെന്ന് തിരിച്ചറിയുന്ന പോലെ നീയും ആ പിതാവിനെ നിന്റെ പിതാവായി, ആ ദൈവത്തെ നിന്റെ പിതാവായി തിരിച്ചറിഞ്ഞു. അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട്. ഞങ്ങൾ ആർക്കും അടിമകളായിട്ടിരുന്നിട്ടില്ല. ഞങ്ങൾക്കൊരു ന്യായപ്രമാണമുണ്ട്, ഞങ്ങൾക്കൊരു മോശയുണ്ട്. ഇതിലൊക്കെയാണ് നിങ്ങൾ പ്രശംസിക്കുന്നതെങ്കിൽ നത്തിങ്, നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ജീവിക്കാം. പക്ഷെ വീണ്ടും ജനിച്ചാൽ യു ക്യാൻ സ്റ്റാൻഡ് ആൻഡ് സ്റ്റേ ആൻഡ് ഡു മിറക്കിൾ എക്സാക്ട്ലി ലൈക്ക് മീ, മോർ ദാൻ ലൈക്ക് മീ. എന്നെക്കാൾ അപ്പുറമായി നിനക്ക് ദൈവപ്രവൃത്തി ചെയ്യാൻ പറ്റും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതത്തിന്റെ ദിവസമായിട്ട് കർത്താവ് മാറ്റുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അസാധാരണ ബ്രേക്ക് ത്രൂ ഉണ്ടാകട്ടെ, ഒരു വലിയ ദൈവപ്രവൃത്തി. യെസ്, ദാറ്റ് ഈസ് ഗോഡ്സ് പ്ലാൻ. വേറെ ഒന്നുമല്ല കർത്താവിന് നിങ്ങളെ കുറിച്ചുള്ള പദ്ധതി. ഹല്ലേലൂയ. അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടിട്ട് നിക്കോദീമോസ് പറഞ്ഞ കാര്യമാണ്, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവനാ. യെസ്, പക്ഷെ വീണ്ടും ജനിച്ചാൽ. ഹല്ലേലൂയ. അതിന്റെ ചോദ്യവും മറുപടിയൊക്കെ ഉണ്ട്. അത് അടുത്ത ദിവസങ്ങളിൽ വീണ്ടും അതിനെക്കുറിച്ച് ചിന്തിക്കാം. നമുക്കിന്ന് പ്രാർത്ഥിക്കാം. അത്ഭുതങ്ങൾ നിങ്ങളിൽ സംഭവിച്ചെന്ന് വിശ്വസിക്കാമോ? നീതീകരിക്കപ്പെട്ടവരാണെന്ന് വിശ്വസിക്കാമോ? ഇപ്പോൾ തന്നെ നിങ്ങളിൽ അത്ഭുതം നടക്കാമോ? ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവെ, അനുഗ്രഹീതമായ സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുമ്പോൾ, കർത്താവിനെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. കർത്താവിന്റെ ജീവനും കർത്താവിന്റെ സൗഖ്യവും കർത്താവിന്റെ ശക്തിയും അവരുടെ ജീവിതത്തിലേക്ക് പുറപ്പെടുത്തി അവരൊരു അനുഗ്രഹമാക്കി അവർ തീർക്കണം. നിന്റെ കൃപയാൽ, നിന്റെ സാന്നിധ്യത്താൽ പ്രയോജനപ്പെടാൻ, വളരുവാൻ, ബലം പ്രാപിക്കാൻ, ശക്തിപ്പെടുവാൻ അവരെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവർക്ക് വിരോധമായി നിൽക്കുന്ന എല്ലാ ആശങ്കകളും അവരുടെ അകത്ത്, അവരുടെ ഉള്ളിൽ തന്നെ അവരുടെ ബലത്തെ കെടുക്കുന്ന സകല ചിന്താകുലങ്ങളും അവരുടെ ഉള്ളിൽ നിന്ന് മാറിപ്പോട്ടെ. ഇപ്പോൾ തന്നെ ദൈവിക സമാധാനം അവരുടെ ഉള്ളിൽ പകർന്ന് അവരെ ആശ്വസിപ്പിക്കുന്നതിനായി സ്തോത്രം. ബലം ഉള്ളിൽ പകർന്നു കൊടുത്ത് അവരെ എഴുന്നേൽപ്പിച്ച് നിർത്തുന്നതിനായി സ്തോത്രം. കർത്താവേ, വിഷയങ്ങളിൽ വിടുതലിന് വേണ്ടിയല്ല, അവരിൽ അവർ വിടുതൽ കാണട്ടെ. വിഷയങ്ങളിലും ചുറ്റുപാടുകളിലുള്ള മാറ്റമല്ല, അവരുടെ ഉള്ളിലെ മാറ്റം അവർ അനുഭവിക്കട്ടെ. ഐ എം എ ന്യൂ ക്രിയേഷൻ, ഞാൻ പുതിയ സൃഷ്ടിയാണെന്ന് തിരിച്ചറിയട്ടെ. അവരുടെ ഭാരം, അവരുടെ നിരാശ, അവരുടെ രോഗം എല്ലാം മാറിപ്പോയി ദൈവിക സ്വസ്ഥതയും സമാധാനവും അവരുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ യേശുവിന്റെ നാമത്തിൽ. അത്ഭുതകരമായ കർത്താവ് മാനിക്കുന്നതിനായിട്ട് നിങ്ങളുടെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. എല്ലാ മഹത്വവും അർക്കപ്പെട്ട കുഞ്ഞാണ് യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളിൽ അത്ഭുതം ചെയ്തു കഴിഞ്ഞിരിക്കാൻ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദൈവത്തിന് വിലയേറില്ല. അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട് തീരേണ്ടവരല്ല. ദൈവ മക്കൾ എന്ന നിലയിൽ നിങ്ങൾ അത്ഭുതവും അടയാളവുമായി തീരേണ്ടവരാണ്. യെസ്, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു വിശ്വസിക്കുന്നു. മറ്റുള്ളവർക്ക് ഈ പ്രോഗ്രാം പരിചയപ്പെടുത്തുകയും ഒപ്പം ഈ പ്രോഗ്രാമിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഞങ്ങളുടെ പുസ്തകങ്ങൾ സൗജന്യമായി ലഭിക്കാനായിട്ട് ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നിശ്ചയമായിട്ടും നിങ്ങൾക്ക് അത് അനുഗ്രഹമായിരിക്കും. കർത്താവ് നിങ്ങളെ എല്ലാവിധ നന്മകളാലും അനുഗ്രഹിച്ച് നിങ്ങളായിരിക്കുന്ന ദേശത്ത് ഒരു അത്ഭുതവും അടയാളവുമായി കർത്താവ് നിങ്ങളെ നിർത്തട്ടെ. ഗാഡ് ബ്ലസ് യു. ആമേൻ.